Hi all, welcome to Tech PSC. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എക്സാമിന്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് ഡിസ്കഷൻ ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് സിലബസിലേക്ക് കടക്കുന്നതിന് മുന്നേ അതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആൻഡ് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. സ്കെയിൽ ഓഫ് പേ AICT അപ്രൂവ്ഡ് പേ സ്കെയിൽ ആണ് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ്. ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ്. ക്വാളിഫിക്കേഷൻ വരുന്നത് BE or BTech and ME or MTech in relevant branch with first class or equivalent either in BE or BTech or ME or MTech. അതായത് MTech ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ്. MTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാർക്കോ അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. BTech അല്ലെങ്കിൽ MTechൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. ഇനി ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. കാറ്റഗറി നമ്പർ 725/2021 ആണ്. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 8257 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പരീക്ഷാ തീയതി വരുന്നത് ഡേറ്റ് ഓഫ് എക്സാം 18/6/2023 18/6/2023 പരീക്ഷ നടന്നത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അറ്റൻഡഡ് OMR എക്സാം അറ്റൻഡ് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം 3894 ആണ്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 14/11/2024 മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ എണ്ണം 76 ആണ്. കട്ട് ഓഫ് മാർക്ക് 31 ആയിരുന്നു. മാക്സിമം മാർക്ക് 47. മാക്സിമം മാർക്ക് ഫോർ ഇന്റർവ്യൂവിലെ മാക്സിമം മാർക്ക് എത്രയാണ്? 13 മാർക്കായിരുന്നു. ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 5/5/2026. ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് 28 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്നത് 13/11/2027. ഇനി സിലബസിന്റെ ഒരു ഓവർവ്യൂ ആദ്യം നമുക്ക് നോക്കാം. നമുക്ക് മൊത്തത്തിൽ ആദ്യത്തെ മൊഡ്യൂൾ വരുന്നത് മൊത്തത്തിൽ 11 ഡിഫറെന്റ് മൊഡ്യൂൾസ് ഉണ്ട്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് അനാലിസിസ് ആണ്. നെറ്റ്വർക്ക് അനാലിസിസ് 8 മാർക്കിന്റെ മൊഡ്യൂളും. രണ്ടാമത്തെ മൊഡ്യൂൾ ഇലക്ട്രോണിക് ഡിവൈസസ് 10 മാർക്ക് വരുന്നുണ്ട്. മൂന്നാമത്തെ മൊഡ്യൂൾ അനലോഗ് സർക്യൂട്ട്സ് ആണ് 8 മാർക്കിന്റെ മൊഡ്യൂൾ. നാലാമത്തെ മൊഡ്യൂൾ വരുന്ന ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ്, അതും 8 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. അഞ്ചാമത്തെ മൊഡ്യൂൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് എംബഡഡ് സിസ്റ്റം ആണ്, 7 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. ഇനി ആറാമത്തെ മൊഡ്യൂൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ആണ്, 10 മാർക്ക് വരുന്നുണ്ട്. ഏഴാമത്തെ മൊഡ്യൂൾ ഇലക്ട്രോ മാഗ്നറ്റിക്സ് ആണ്, 8 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. എട്ടാമത്തെ മൊഡ്യൂൾ വരുന്നത് കമ്മ്യൂണിക്കേഷൻ, 10 മാർക്കാണ് വരുന്നത്. ഇനി 9ാമത്തെ മൊഡ്യൂൾ ഇൻസ്ട്രുമെന്റേഷൻ, 8 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. 10ാമത്തെ മൊഡ്യൂൾ വരുന്ന കൺട്രോൾ സിസ്റ്റം, അതും 10 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. ഇനി വരുന്ന അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ആണ്. അഡ്വാൻസ്ഡ് ടോപ്പിക്സിനകത്ത് നാനോ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട് 2 മാർക്ക്. കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ 2 മാർക്കാണ്. ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗ് 2 മാർക്ക് വരുന്നുണ്ട്. ദെൻ പവർ ഇലക്ട്രോണിക്സ് 2 മാർക്ക് വരുന്നുണ്ട്. ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് 1 മാർക്കാണ്. കമ്പ്യൂട്ടർ വിഷൻ 1 മാർക്ക്. മെംസിന് 1 മാർക്ക്. ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സിന് 1 മാർക്ക്. ഇന്റർനെറ്റ് ഓഫ് തിങ്സിന് 1 മാർക്ക്. അങ്ങനെ 100 മാർക്കിന്റെ OMR എക്സാം ആണ്. അപ്പൊ നമ്മൾ സിലബസിന്റെ ഒരു ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞു. ഇനി ഓരോ മൊഡ്യൂളിലും ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കണ്ടന്റ്സ് ആണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യത്തെ മൊഡ്യൂൾ വരുന്ന നെറ്റ്വർക്ക് അനാലിസിസ് ആണ്, 8 മാർക്കിന്റെ ഒരു മൊഡ്യൂൾ ആണ്. അതിൽ നമുക്ക് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് സ്റ്റഡി സ്റ്റേറ്റ് AC അനാലിസിസ് യൂസിങ് മെഷ് ആൻഡ് നോഡ് അനാലിസിസ് വരുന്നുണ്ട്. സൂപ്പർ മെഷ് ആൻഡ് സൂപ്പർ നോഡ് അനാലിസിസ്, നെറ്റ്വർക്ക് തിയറം, സൂപ്പർ പൊസിഷൻ, തെവെനിൻസ് and Norton theorem, then maximum power transfer theorem, then transient analysis of RL, RC and RLC network with impulse, step and sinusoidal inputs വരുന്നുണ്ട്. Analysis of networks with transformed impedance and dependent sources, then network functionsൽ ഡ്രൈവിംഗ് പോയിന്റ് ആൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ട്. 2-port നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സ്, റെസിപ്രോക്കൽ ആൻഡ് സിമെട്രിക്കൽ 2-port നെറ്റ്വർക്ക്. ഇത്രയാണ് മൊഡ്യൂൾ 1 വരുന്നത്. ഇനി മൊഡ്യൂൾ 2 എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്, 8 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. അതിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നതെന്ന് നോക്കാം. എനർജി ബാൻഡ് ഇൻ സിലിക്കൺ, carrier transport in silicon, diffusion current, drift current, mobility and resistivity, generation and recombination of carriers, Morse capacitor, band diagram at equilibrium, accumulation, depletion and inversion, the threshold voltage വരുന്നുണ്ട്. body effect, മോസ്ഫെറ്റിന്റെ സ്ട്രക്ചർ, അതിന്റെ ടൈപ്സ്, ഡ്രെയിൻ കറന്റ് ഇക്വേഷൻ, ലീനിയർ ആൻഡ് സാച്ചുറേഷൻ റീജൻ, ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്,
Then MOSFET scaling, sub-threshold conduction in MOS, short channel effect, channel length modulation, drain-induced barrier lowering, velocity, saturation, threshold voltage, variation and hot carrier effects, non-planar MOSFETs, FET അതിന്റെ സ്ട്രക്ചർ, ഓപ്പറേഷൻസ്, അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. VLSIയുടെ സർക്യൂട്ട് ഡിസൈൻ, VLSI ഡിസൈൻ മെത്തഡോളജീസ്, ദെൻ സ്റ്റാറ്റിക് CMOS ലോജിക് ഡിസൈൻ, ഡൈനാമിക് ലോജിക് ഡിസൈൻ, സ്റ്റോറേജ് സെല്ല്, അരിത്തമെറ്റിക് സർക്യൂട്ട്സ്, ഫാബ്രിക്കേഷൻ ടെക്നിക്സ് ആൻഡ് MOSFET ഫിസിക്കൽ ഡിസൈൻസ്. ഇത്രയാണ് മൊഡ്യൂൾ 2. 8 മാർക്കിന്റെ മൊഡ്യൂൾ ആണ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. അതിൽ വരുന്ന ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ അനലോഗ് സർക്യൂട്ട്സ് ആണ്. അതും 8 മാർക്കാണ്. അതിൽ വരുന്ന ടോപ്പിക്സ് സിമ്പിൾ ഡയോഡ് സർക്യൂട്ട്സ് വരുന്നുണ്ട്, ക്ലിപ്പിംഗ്, clamping, biasing and bias stability of BJTs and MOSFET, then small signal equivalent circuits of BJT and MOSFET, amplifiers വരുന്നുണ്ട്. അതിൽ സിംഗിൾ ആൻഡ് മൾട്ടി സ്റ്റേജ് ഡിഫറൻഷ്യൽ ഫീഡ്ബാക്ക് ആൻഡ് പവർ ആംപ്ലിഫയേഴ്സ് ഉണ്ട്. DC and AC analysis, frequency response of amplifiers, linear regulated power supplies, op-amp circuit, അതിൽ inverting type, non-inverting ഉണ്ട്, integrators ഉണ്ട്, comparators ഉണ്ട്, then op-amp application വരുന്നുണ്ട്, active filters, sinusoidal oscillators, multi vibrators, timer and voltage control oscillators, mixed circuit, then design MOS amplifiers in the under cascaded stages, MOS current, mirror, differential amplifier, CMOS, op-amp and comparator, phase locked loop, PLL വരുന്നുണ്ട്, then switched capacitor circuit, data converters, digital to analog converter ഉണ്ട്, analog to digital converter ന്റെ architecture വരുന്നുണ്ട്. ഇനി നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ്. 8 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. അതിൽ വരുന്നത് ബൂളിയൻ ഓൾജിബ്ര ഉണ്ട്, മിനിമൈസേഷൻ ഓഫ് ബൂളിയൻ ഫംഗ്ഷൻ, ലോജിക് ഗേറ്റ്സ്, കോമ്പിനേഷണൽ സർക്യൂട്ട് വരുന്നുണ്ട്. അതിൽ അരിത്തമെറ്റിക് സർക്യൂട്ട്, കോഡ് കൺവേർട്ടേഴ്സ്, മൾട്ടിപ്ലക്സേഴ്സ് and decoders, sequential circuits, latches and flip-flops, counters and shift registers, CMOS, electrical characteristics of logic gates, logic levels and noise margin, fan out, propagation delay, transition time, power consumption and power delay product, then CMOS inverter, programmable logic devices, CPLDs, FPGA architecture, placement and routing, commercial FPGAs, then digital system design, clocked synchronous network, asynchronous sequential circuit, hazardous fault. ഇത്രയാണ് വരുന്നത്. ഇനി മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് എംബഡഡ് സിസ്റ്റം ആണ്. അതിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ വരുന്നത് വോൺ ന്യൂമാൻ ആൻഡ് ഹാർവാർഡ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, സിസ്കും റിസ്ക് ആർക്കിടെക്ചർ വരുന്നുണ്ട്, processor architecture, processor operation, 8051 architecture and programming, interfacing of 8051, memory system, embedded system, complex system and microprocessor, the embedded system design process, formalization for the system design, embedded product development cycle, then embedded system interfacing and peripherals, ARM processor fundamentals, then ARM programming, real-time operating system. ഇത്രയാണ് വരുന്നത്. ഇനി ആറാമത്തെ മൊഡ്യൂൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ആണ്. 10 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. അതിൽ നമുക്ക് ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം, LTI സിസ്റ്റം വരുന്നുണ്ട്. അതിന്റെ ഡെഫിനിഷൻസ്, പ്രോപ്പർട്ടീസ്, പിന്നെ കണ്ടീഷൻ, കോസാലിറ്റി, സ്റ്റെബിലിറ്റി, ഇമ്പൾസ് റെസ്പോൺസ് ആൻഡ് കൺവല്യൂഷൻ, കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് ഉണ്ട്, കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, ഇസഡ് ട്രാൻസ്ഫോം, അതിന്റെ ഡെഫിനിഷൻ, പ്രോപ്പർട്ടീസ്, ദെൻ inverse stability analysis using pole zero plot, difference equation solution using unilateral Z transform, DFT and its properties, FFT, radix 2 and composite radix algorithm, sampling theorem ഉണ്ട്, realization of IIR and FIR structure, parallel and cascade structure, frequency response, group delay and phase delay, signal transmission through LTI system. ദെൻ അതിൽ ആ ഒരു സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന മൊഡ്യൂളിൽ വരുന്ന ഫർദർ ടോപ്പിക്സ് എന്ന് പറയുന്ന ഡിസൈൻ ഓഫ് FIR ആൻഡ് IIR ഫിൽറ്റേഴ്സ് ഉണ്ട്. അതിൽ മൾട്ടി റേറ്റ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസിംഗ്, ഷോർട്ട് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, കണ്ടിന്യൂസ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം, ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം, മൾട്ടി റെസൊല്യൂഷൻ അനാലിസിസ്, കൺസ്ട്രക്ഷൻ ഓഫ് വേവ്ലെറ്റ് പാക്കറ്റ് ട്രാൻസ്ഫോം, വേവ്ലെറ്റ് ട്രാൻസ്ഫോം ആപ്ലിക്കേഷൻ ഇൻ ഇമേജ് ആൻഡ് ഓഡിയോ പ്രോസസിംഗ്.
ഇത്രയാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന 10 മാർക്കിന്റെ മൊഡ്യൂളിൽ വരുന്നത്. ഇനി 7ാമത്തെ മൊഡ്യൂൾ ഇലക്ട്രോ മാഗ്നറ്റിക്സ് ആണ്. വളരെ പ്രധാനപ്പെട്ടതും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മൊഡ്യൂളാണ്. 8 മാർക്കിന്റെ മൊഡ്യൂളാണ്. അതിൽ നമുക്ക് വരുന്ന ഡെറിവേഷൻ ഓഫ് കപ്പാസിറ്റൻസ് ആൻഡ് ഇൻഡക്ടൻസ് ഓഫ് 2-wire ട്രാൻസ്മിഷൻ ലൈൻസ് ആൻഡ് കോയാക്സിയൽ കേബിൾ, ദെൻ എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഡെൻസിറ്റി, കണ്ടിന്യൂറ്റി ഇക്വേഷൻ, മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ, റിലേഷൻ ബിറ്റ്വീൻ സ്കെയിലാർ പൊട്ടൻഷ്യൽ ആൻഡ് വെക്ടർ പൊട്ടൻഷ്യൽ, Maxwell's equation from fundamental law, boundary condition of electric field and magnetic field from Maxwell's equation, then solution of wave equation, elements of vector calculus, divergence and curl, Gauss and Stokes theorem, Maxwell's equation, differential and integral forms, wave equation, pointing vector, plane waves, propagation through various media, reflection and refraction, phase and group velocity and skin depth, then transmission lines വരുന്നുണ്ട്. അതിന്റെ characteristics ഉണ്ട്, impedance transformation, wave gates, modes in rectangular wave gates, boundary condition, cutoff frequency and dispersion relation, basics of propagation in dielectric wavegate and optical fibers, antennas, അതിൽ dipole antennas ഉണ്ട്, radiation pattern, antenna gain വരുന്നുണ്ട്. ഇനി 8ാമത്തെ മൊഡ്യൂൾ കമ്മ്യൂണിക്കേഷൻ ആണ്. 10 മാർക്കിന്റെ മൊഡ്യൂളാണ്. അതിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, മൈക്രോവേവ് റിലേറ്റഡ് കൺസെപ്റ്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ പൾസ് കോഡ് മോഡുലേഷൻ ഉണ്ട്, ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ, ഡിജിറ്റൽ മോഡുലേഷൻ സ്കീം, then amplitude, phase and frequency shift keying, then matched filter receivers, fundamentals of information theory and channel capacity theorem, then random signals and noise, probability, random variables, probability density function, auto correlation and power spectral density. ഇത്രയാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വരുന്നത്. ഇനി മൈക്രോവേവ്സിൽ നിന്ന് വരുന്ന ടോപ്പിക്കുകൾ മൈക്രോവേവ് വാക്യൂം ടൈപ്പ് ആംപ്ലിഫയേഴ്സ് ആൻഡ് സോഴ്സസ്, റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ ഓസിലേറ്റേഴ്സ്, മാഗ്നെട്രോൺ ഓസിലേറ്റേഴ്സ്, ട്രാവലിംഗ് വേവ് ട്യൂബ്, മൈക്രോവേവ് മെഷർമെന്റ്സ്, മൈക്രോവേവ് ഹൈബ്രിഡ് സർക്യൂട്ട്, ഡയറക്ഷണൽ കപ്ലേഴ്സ്, സോളിഡ് സ്റ്റേറ്റ് മൈക്രോവേവ് ഡിവൈസസ്, ടണൽ ഡയോഡ്, ഗൺ ഡയോഡ്, മൈക്രോവേവ് റേഡിയോ കമ്മ്യൂണിക്കേഷൻസ്, ദെൻ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് വരുന്നുണ്ട്. ഇനി അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ മൈക്രോവേവ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷൻ ആൻഡ് സ്വിച്ചിങ്, ദെൻ അറേഞ്ച്മെന്റ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, സാറ്റലൈറ്റ് സബ് സിസ്റ്റം, ഇവല്യൂഷൻ ഓഫ് മൊബൈൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ, modern wireless communication system, wireless network, overview of WiMAX technology, cellular concept, wireless propagation mechanism, introduction to multiple access GSM system architecture and introduction to new data services. ഇനി 9ാമത്തെ മൊഡ്യൂൾ ഇൻസ്ട്രുമെന്റേഷൻ ആണ്. 8 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. അതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെന്റ്സ്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷർമെന്റ് സിസ്റ്റം, മെഷർമെന്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ, force, indicating and recording instruments, waveform analysis, analyzing instruments, transducers, biomedical instruments, EEG, ECG and EMG, clinical measurements, DC and AC bridges, then ultrasonic transducer, industrial instrumentation, temperature measurement, pressure measurement, electronic pressure sensor, then differential pressure transmitters, flow measurement, mass flow meters, anemometers, measurement of viscosity, level measurement, electrical methods. ഇനി അടുത്ത 10ാമത്തെ മൊഡ്യൂൾ ആണ്. 10ാമത്തെ മൊഡ്യൂൾ കൺട്രോൾ സിസ്റ്റം ആണ്. 10 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. അതിൽ സിസ്റ്റം മോഡലിംഗ്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്രോച്ച്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട്, ബ്ലോക്ക് ഡയഗ്രാംസ്, signal flow graph, Mason's gain formula, time domain analysis, response of system to standard test signals, step response of second order system, then time domain specification, steady state response, steady state error, static and dynamic error coefficient, stability of linear system in time domain, asymptotic and Bibo stability, Routh-Hurwitz criteria of stability and root locus. ഇനി വരുന്നത് ഫ്രീക്വൻസി അനാലിസിസ് ആണ്. ഫ്രീക്വൻസി അനാലിസിസ് കൺട്രോൾ സിസ്റ്റത്തിൽ അടുത്ത് വരുന്നത് ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസ്. അതിൽ ഫ്രീക്വൻസി ഡൊമൈൻ സ്പെസിഫിക്കേഷൻ, സ്റ്റെബിലിറ്റി ഇൻ ദ ഫ്രീക്വൻസി ഡൊമൈൻ, നൈക്വസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ, സ്റ്റെബിലിറ്റി ഫ്രം പോളാർ ആൻഡ് ബോഡെ പ്ലോട്ട്, റിലേറ്റീവ് സ്റ്റെബിലിറ്റി, ഗെയിൻ മാർജിൻ ആൻഡ് ഫേസ് മാർജിൻ, M and N circles, Nicholas chart,
state variable analysis, state space representation of continuous time system, transfer function from state variable representation, solution of state equation, state transition matrix, concept of controllability, observability and Kalman's test. Controller design ആണ്. അതിലെ basic control action and controller characteristics, classification of controllers, two position control, proportional, integral and derivative controllers, integral control action and derivative control action, electronic controllers, design of PI, PD and PID controllers using op-amp. ഇനി 11ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ആണ്. അഡ്വാൻസ്ഡ് ടോപ്പിക്സിലെ ആദ്യം വരുന്ന ടോപ്പിക് നാനോ ഇലക്ട്രോണിക്സ് ആണ്. 2 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്, 2 മാർക്കിന്റെ ടോപ്പിക് ആണ്. അഡ്വാൻസ്ഡ് ടോപ്പിക്സിൽ ആദ്യം വരുന്ന ടോപ്പിക് നാനോ ഇലക്ട്രോണിക്സ് ആണ്, 2 മാർക്കിന്റെ ടോപ്പിക് ആണ്. അതിൽ മീസോസ്കോപ്പിക് ഫിസിക്സ്, ട്രെൻഡ്സ് ഇൻ മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, characteristics length in mesoscopic system, quantum mechanical coherence, Schrodinger's equation, wave function, low dimensional structure, quantum well, properties of two-dimensional semiconductor nanostructure, then quantum wires and quantum dot, carbon nanotube, graphene, methods of fabrication of nano layers. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നാനോ സ്ട്രക്ചർ ആണ്. അതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പ്, എക്സ്റേ ഡിഫ്രാക്ഷൻ അനാലിസിസ്, മോസ്ഫെറ്റ് സ്ട്രക്ചർ, ക്വാണ്ടം വെൽ, modulation doped quantum well, multiple quantum well, the concept of super lattices, transport of charge in nanostructures under electric field, transport of charge in magnetic field, nano electronic devices, principle of NEMS. ഇനി വരുന്നത് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ആണ്. 2 മാർക്കാണ് ആ ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. അതിൽ ട്രാൻസ്മിഷൻ മോഡ് ഉണ്ട്, നെറ്റ്വർക്ക്സ്, ഇന്റർ കണക്ഷൻ ഓഫ് നെറ്റ്വർക്ക്സ്, ഇന്റർനെറ്റ്, then network models, OSI model, TCP IP protocol, physical layer, data link layer, media access control, Ethernet, logical link control, logical addressing, IPv4, IPv6, subnetting, CIDR, ICMP, IGMP, DHCP, routing, transport layer, congestion control and quality of service, application layer, introduction to system and network security, security attacks, firewall, intrusion detection system. ഇത്രയാണ് വരുന്നത്. ഇനി അതിൽ വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്ന അഡ്വാൻസ് ടോപ്പിക്കിൽ വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിംഗ് ആണ്. 2 മാർക്കാണ് വരുന്നത്. അതിൽ എൻട്രോപ്പി സോഴ്സസ് ആൻഡ് സോഴ്സ് കോഡിംഗ്, ചാനൽ ആൻഡ് ചാനൽ കോഡിംഗ്, ഇൻട്രൊഡക്ഷൻ ടു ലീനിയർ ബ്ലോക്ക് കോഡ്, ഇമ്പോർട്ടന്റ് ക്ലാസസ് ഓഫ് ആൾജിബ്രായിക് കോഡ്, കൺവല്യൂഷണൽ ആൻഡ് LDPC കോഡ്സ്. ഇനി പവർ ഇലക്ട്രോണിക്സ് ഉണ്ട്, 2 മാർക്കാണ്. അതിൽ പവർ സെമി കണ്ടക്ടർ സ്വിച്ചസ്, പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ആൻഡ് റെക്ടിഫയേഴ്സ്, DC-DC സ്വിച്ച് മോഡ് കൺവേർട്ടർ, DC-AC സ്വിച്ച് മോഡ് ഇൻവെർട്ടർ, ആപ്ലിക്കേഷൻ ഓഫ് പവർ ഇലക്ട്രോണിക്സ്, DC മോട്ടോർ ഡ്രൈവ്സ്, ഇൻഡക്ഷൻ മോട്ടോർ ഡ്രൈവ്സ്, റെസിഡൻഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ, ഇലക്ട്രോൺ യൂട്ടിലിറ്റി ആപ്ലിക്കേഷൻസ്. ഇനി വരുന്നത് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് ആണ്, 1 മാർക്കാണ്. അതിൽ ഡിജിറ്റൽ ഇമേജ് ഫണ്ടമെന്റൽസ്, റിവ്യൂ ഓഫ് മെട്രിക്സ് തിയറി, ഇമേജ് ട്രാൻസ്ഫോംസ്, ഇമേജ് കംപ്രഷൻ, ഇമേജ് എൻഹാൻസ്മെന്റ്, ഇമേജ് റീസ്റ്റോറേഷൻ, ഇമേജ് സെഗ്മെന്റേഷൻ, 3 ആണ് വരുന്നത്. ഇനി വരുന്നത് കമ്പ്യൂട്ടർ വിഷൻ ആണ്, 1 മാർക്കാണ്. ഫണ്ടമെന്റൽസ് ഓഫ് ഇമേജ് ഫോർമേഷൻ, ഫീച്ചർ എക്സ്ട്രാക്ഷൻ, ഡെപ്ത് എസ്റ്റിമേഷൻ, മോഷൻ അനാലിസിസ്, ഒബ്ജക്ട് ഡിറ്റക്ഷൻ, ന്യൂറൽ നെറ്റ്വർക്ക്. ഇനി മെംസ് എന്ന് വരുന്നത് MEMS and micro system, actuation and sensing techniques, review of mechanical concept, flexural beams, scaling laws in miniaturization, materials for MEMS, micro system fabrication, micro manufacturing, micro system packaging, RF MEMS, bio MEMS, MOEMS, NEMS. ഇത്രയാണ് വരുന്നത്. ഇനി ഒപ്റ്റിമൈസേഷൻ ടെക്നിക് ആണ്, 1 മാർക്കാണ്. അതിൽ ക്ലാസിക്കൽ മെത്തേഡ്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്, ഗെയിം തിയറി, നെറ്റ്വർക്ക് പാത്ത് മോഡൽ, നോൺ ലീനിയർ അൺകൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ, മോഡേൺ മെത്തേഡ്സ് ഓഫ് ഒപ്റ്റിമൈസേഷൻ, ഇൻട്രൊഡക്ഷൻ ടു ജനറ്റിക് അൽഗോരിതം, ബേസിക് GA ഫ്രെയിംവർക്ക്, GA ഓപ്പറേഷൻ, എൻകോഡിംഗ്, ക്രോസ് ഓവർ, സെലക്ഷൻ, മ്യൂട്ടേഷൻ, ഇൻട്രൊഡക്ഷൻ ടു ഫസി ലോജിക്, ഫസി സിസ്റ്റവും വരുന്നുണ്ട്. ഇനി വരുന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, IoT, 1 മാർക്കാണ്. IoTയുടെ ഹാർഡ്വെയർ, കമ്മ്യൂണിക്കേഷൻ, കണക്ടിവിറ്റി, ഡേറ്റ മാനേജ്മെന്റ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, സ്മാർട്ട് ആപ്ലിക്കേഷൻ ആൻഡ് പ്രോട്ടോകോൾസ്, ഇത്രയാണ് വരുന്നത്. അപ്പം
നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു ലോങ് ടേം ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ടെക് പി എസ് സിയിൽ. കോഴ്സ് എൻറോൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടെക് പി എസ് സിയുടെ ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. ടെക് പി എസ് സിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. കോഴ്സ് ഫീച്ചേഴ്സ് പറയുവാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ക്ലാസ്സസ്, ലൈവ് പ്ലസ് റെക്കോർഡഡ് സെഷൻസ് കിട്ടും. ഫുൾ സിലബസിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് PDF ഫോർമാറ്റിൽ കിട്ടും. ഫുൾ ലെങ്തിലുള്ള മോഡൽ എക്സാംസ്, ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഇൻഡിവിജ്വൽ മെന്റർ സപ്പോർട്ട്, ഇന്റർവ്യൂ ഗൈഡൻസും ഇൻക്ലൂഡഡ് ആണ്. കോഴ്സിന്റെ വാലിഡിറ്റി അപ് ടു എക്സാം വരെ കിട്ടും. പിന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിൽ ഫ്രീ ലൈവ് സീരീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ലൈവിന്റെ ടൈമിങ്, അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് അംഗമാവുന്നതാണ്. യൂട്യൂബിൽ കൊടുക്കുന്ന ഫ്രീ ക്ലാസ്സസിന്റെ നോട്ട്സ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.